എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ വീഡിയോസൊന്നും ആയിരിക്കില്ല കേട്ടോ. ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് എനിക്ക് തന്നെ ഒരു തൃപ്തികരമല്ലാത്തൊരു വീഡിയോ എടുക്കലും പിന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു തകരാറ് പിടിച്ചൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അത്രത്തോളം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു പച്ചയായിട്ടുള്ള ജീവിതമാണ്, ഒരു ദിവസമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇതേ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഒന്ന് വൃത്തിയാക്കാതെയാണ് കടന്നത്. റീസൺ പറയാം കേട്ടോ. സ്വത്തൊട്ടി ഒന്ന് ചെറുതായി വീണപ്പോൾ തലേന്ന് ഇടിച്ച് അങ്ങനെ തലയിലല്ല നെറ്റിയിൽ പിരികത്തിൻ്റെ അവിടെയായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാരണം എനിക്ക് അവൻ സ്റ്റിച്ച് ഇളക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ കാരണം ഞാൻ അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങുമ്പോഴൊക്കെ അവൻ്റെ അടുത്ത് കിടക്കന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഉറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറി ഇളകുമോ, ഇനി ഇളകിയാലും അവൻ തന്നെയല്ലേ സഹിക്കേണ്ടത്. അപ്പോൾ അത് കാരണം അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ ഉറങ്ങണ സമയത്താണ് ഓരോ പണികളൊക്കെ ചെയ്യുക, തുടയ്ക്കുക, അടിക്കുക, അല്ലെങ്കിൽ തിരുമ്പാണെങ്കിൽ പോയി തിരുമ്പൊക്കെ ചെയ്യുക. പക്ഷേ ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം വീടൊക്കെ അലങ്കോലമായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണമാണ് എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ ചേട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പണിക്ക് പോകണ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ചായ വെക്കണം, ചേട്ടൻ്റെ പനി ഡ്രസ്സ് ബാഗിലാക്കണം, പിന്നെ വീട് അടുക്കള ഒക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്വത്തൊട്ടിക്ക് ഇങ്ങനെ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡും ഓഫാവും കേട്ടോ. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് ഒന്നും തോന്നുന്നില്ല. 2-3 ദിവസമൊക്കെ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടാത്ത കാരണം നമ്മുടെ വാച്ച് അവറൊക്കെ കുറഞ്ഞു വരിക കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ കയറി. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ അല്ലെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചാനലിനെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമുക്കൊരു ഫെയിലിയറാണ് നമുക്കൊരു അവസാനം കിട്ടുന്നതെങ്കിൽ അതും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇടാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഒന്നും എനിക്ക് അത്രത്തോളം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ജീവിത ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഇതേ ഹോളും റൂമും ഒക്കെ ഞാൻ വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടുണ്ട്. നല്ല കാറ്റാണല്ലോ, അത് കാരണം പുറത്തുനിന്ന് കാറ്റടിക്കുമ്പോൾ നല്ല പൊടികളൊക്കെ ഉള്ളിലേക്കൊക്കെ കയറി വരുന്നൊക്കെ ഉണ്ട്. അത് കാരണം പൊടിയാണ് നിറച്ച് നമ്മുടെ റൂമിലൊക്കെ കേട്ടോ. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. പിന്നെ നമ്മൾ ചായ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചായ എനിക്കും ചേട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പണികൾ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അയ്യോ സ്വത്തൊട്ടി ചെരിഞ്ഞ് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ മുറി ഇളകുമോ, അങ്ങനത്തുള്ള ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ രാവിലെ ചായയോടെയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പണിക്ക് പോയിട്ടോ. പിന്നെ ഞാനത് അടുക്കളോട്ട് കയറി ചായക്ക് സേമിയോപ്മാവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മനസ്സ് ശരിയല്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ ഹാപ്പി ആയിട്ട്, അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ചിലവർക്ക് അത് ഓവർകം ചെയ്യാൻ കഴിയും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ സങ്കടം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവും. പക്ഷേ ഇവിടെ എനിക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ സങ്കടം പറയാനോ വേറെ ആരുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ സെൽഫായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. എനിക്കുള്ള സമാധാനം ഞാൻ തന്നെയാണ് കണ്ടെത്തുക കേട്ടോ. ഒരു പരിധിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കറക്റ്റ്. അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാരെ നമ്മൾ തേടി പോകാണ്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് വേണ്ടത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഉണ്ടായിരിക്കും, നമ്മൾ ഒരാളെയും തേടി പോകാൻ പാടില്ല. നമ്മളായിട്ട് തന്നെ ആ ഒരു പ്രശ്നത്തിന് സോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര പ്രൗഡ് തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ. ഇപ്പോൾ ചേട്ടനായാലും ശരി, ചേട്ടൻ്റെ അമ്മയിലും ശരി, അതുപോലെ എൻ്റെ അമ്മയിലും ശരി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താ പറ്റിയേ, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. എന്താ മുഖം ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ ചോദിക്കുള്ളൂ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതങ്ങനെയാണല്ലോ, നമ്മളെ മുഖം കറക്റ്റായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ശരിക്കും എന്താ സംഭവം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടായി നമ്മുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുമല്ലോ. അതങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും പുറത്ത് ചിരിച്ച് കാണിക്കുന്നവരുണ്ട്. അവർ നല്ലവരല്ല എന്നല്ല പറയുന്നത്, അവർ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാണ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ വിഷമം എന്തോ നമ്മുടെ സന്തോഷം എന്തോ അത് നമ്മുടെ ഫേസിൽ കാണണം എന്നാണ് ഞാൻ പറയുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളും അറിയിക്കണമെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷനിലൂടെയാണ് നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും സാഡ് ഉണ്ടോ അത് നമ്മൾ സാഡായിട്ട് തന്നെ കാണിക്കണം. അല്ലാണ്ട് സാഡ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പിന്നെ ഒരു ഹാപ്പിനെസ് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയല്ല വേണ്ടത്. നമ്മൾ സാഡാണെങ്കിൽ നമ്മൾ ആ സാഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു അഭിപ്രായകാരിയാണ് കേട്ടോ ഞാൻ.
അതായത് നമ്മുടെ മനസ്സിലത്തെ വികാരങ്ങൾ അല്ലെങ്കിൽ ഒരു സാഡ്നെസ് നമ്മൾ നിറച്ചിട്ട് അവസാനം പിന്നെ അത് പൊട്ടിത്തെറിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മുടെ മനസ്സിലത്തെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഞാനിതാ എൻ്റെ അടുക്കളയുടെ നല്ല പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ അടിയത്തെ കബോർഡിൽ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അതേപോലെ തന്നെ കുറേ കണ്ടില്ലേ ടിന്നുകളുണ്ട്. അതിലിങ്ങനെ നമ്മൾ സ്റ്റോക്കായിട്ട് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ ഇല്ല, അപ്പോൾ അത് കാരണം പാക്കറ്റോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് വെക്കാറ്. അപ്പോൾ പൊട്ടിച്ച അല്ലെങ്കിൽ ബാലൻസ് ഉള്ള കവറുകളൊക്കെ അതിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ പണിയുമ്പോൾ അതിൽ തന്നെ വെക്കും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേസ്റ്റുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഒന്ന് വേറെ ടിന്നിലേക്ക് മാറ്റി തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ സേമിയും ഇളക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ആവുകയും ചെയ്യും, നമ്മുടെ പണികളും അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതേ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഫുഡ് വെക്കുന്നുണ്ട്. ചോറ് വെക്കണം, പിന്നെ കറി വെക്കണം. പിന്നെ ഞായറാഴ്ച ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ കുറച്ചെടുത്തിട്ടാണ് സൺഡേ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലൻസ് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്ന് വെക്കണം. ചോറ് വെക്കണം, പരിപ്പ് സാമ്പാർ വെക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. മുഴുവനായിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്വത്തൊട്ടി എണീക്കുമ്പോഴേക്കും എനിക്ക് ഈ പണികളൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ സ്വത്തൊട്ടി എണീറ്റപ്പോഴാണ് ഞാൻ കറിയും ബീഫ് കറിയൊക്കെ വെച്ചത്. അപ്പോൾ സ്വത്തൊട്ടിനെ ഞാൻ കിച്ചണിൽ ഇരുത്തിയിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്കതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വത്തൊട്ടിക്ക് ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൺ അവന് കൊടുത്ത് അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉണ്ണിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പണി ചെയ്യുമ്പോൾ ആരും ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഓരോ ഇത് വരുമ്പോഴേ ഉണ്ണിക്കൊക്കെ വയ്യാതെയൊക്കെ വരുമ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ ഇരിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ലാതായിരുന്നപ്പോൾ കുറച്ച് സങ്കടമുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ജീവിതമല്ലേ, പല സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും, പല സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. വീട്ടിലത്തെ ജോലികളും ഒരു കുഞ്ഞിനെ നോക്കലൊന്നും എളുപ്പമുള്ളൊരു കാര്യമല്ല കേട്ടോ. പക്ഷേ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അമ്മയുടെ ഒരു മനസ്സ് പോലെ ഇരിക്കും ആ വീടും ആ വീട്ടിലത്തെ വൃത്തിയും കുട്ടിയുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അതൊരു വലിയൊരു ജോലി തന്നെയാണ് കേട്ടോ. എത്ര വലിയ ജോലിയേക്കാളും വലിയൊരു ജോലിയാണ് ഒരു വീട്ടിലത്തെ അമ്മ എന്ന് പറയുന്നത് കേട്ടോ. അതായത് മക്കൾക്ക് വരികയാണെങ്കിൽ മക്കളെ നോക്കണം, വീട്ടിലത്തെ പണികൾ നോക്കണം, വീട് ക്ലീൻ ആക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ കാര്യങ്ങൾ നോക്കണം. അയ്യോ, അതിലേറെ അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ആയിരിക്കുമെന്നും അത് നമ്മുടെ അമ്മമാരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്കെല്ലാം മനസ്സിലാവും. നമ്മളിലൂടെ നമ്മുടെ അമ്മമാരെ ചിന്തിക്കാനൊന്ന് നോക്കിയാൽ മതി. നമുക്ക് പിന്നെ സങ്കടങ്ങളേ വരുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷേ അക്കാലത്തെന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു 10 മാസം പ്രായമുള്ള കുട്ടീനെ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടീനെയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ ദൂരെയൊക്കെ പോയിട്ട് വെള്ളം പിടിക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ പൈപ്പ് ലൈനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ 2-3 വീട് അപ്പുറം പോയിട്ടാണ് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനതാ സ്വത്തൊട്ടി എണീറ്റ് നോക്കാൻ വേണ്ടി പോയേക്കാണ്. പക്ഷേ സ്വത്തൊട്ടി മുറിയൊന്നും ഇളക്കിയിട്ടില്ല, അവിടെ സമാധാനമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വത്തൊട്ടി ഇതാ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ടതായിരുന്നു. സ്വത്തൊട്ടി പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുളി ഇങ്ങനെ ഞാൻ വെള്ളത്തിലിട്ടാൽ ആളിങ്ങനെ ഓരോ കഷ്ണം വന്ന് തിന്നും. അപ്പോൾ ദേ എണീറ്റു, പല്ലൊക്കെ തേപ്പിച്ചു, ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദേ പുളി എടുത്ത് കളിക്കുകയാണ്. എനിക്കും തിന്നാൻ തരുന്നുണ്ട്, അവനും തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവായിരുന്നു. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ചോറും കറിയും പിന്നെ അതുപോലെ നമ്മുടെ നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബീഫ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാനും വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി സ്വത്തിൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ സമയം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നാളത്തെ നല്ലൊരു വീഡിയോ ഇട്ട് വരണമെന്നുണ്ട്. എൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.